SFI KSU സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് തലസ്ഥാനത്ത്. 10 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും SFI പഴയ SFI ആയി മാറിക്കഴിഞ്ഞു. ഇനിയുള്ള 5 വർഷം സംസ്ഥാനത്തെ പോലീസിന് പിടിപ്പത് പണിയാകുമെന്ന് ഉറപ്പാണ്. വിദ്യാർത്ഥി സംഘർഷങ്ങൾ കൊണ്ട് സംസ്ഥാനത്തിന്റെ സ്വസ്ഥത നശിക്കുന്ന ദിനങ്ങളാണ് ഇനി മുന്നിലുള്ളത്. തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തോൽവിയോടെ അടപടലം നാറി നിൽക്കുന്ന ഇടതുപക്ഷം അതിൽ നിന്ന് കരകയറുവാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിന് എട്ടും പൊട്ടും തിരിയാത്ത വിദ്യാർത്ഥികളെ ബലിയാടാക്കണോ എന്നാണ് ചോദ്യം. ക്യാമ്പസ് രാഷ്ട്രീയം ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നാൽ അതിൽ CPM അവരുടെ രാഷ്ട്രീയം കലർത്തുന്നത് അംഗീകരിക്കാനും സാധിക്കില്ല. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് SFI KSU പ്രവർത്തകർ തമ്മിൽ തെരുവ് യുദ്ധം അരങ്ങേറിയത്. സെനറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് പുറത്ത് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെയാണ് സംഘർഷം അരങ്ങേറിയത്. പോലീസിന് നേരെയും SFI കല്ലെറിഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ജലപീരങ്കിയും പിന്നാലെ ലാത്തിചാർജും നടത്തി. രാത്രി 10 മണിയോടെയാണ് സംഘർഷം തുടങ്ങിയത്. സംഘർഷ സ്ഥലത്തേക്ക് പാഞ്ഞുവന്ന CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി AA റഹീം കട്ടക്കലിപ്പിലാണ് പ്രതികരിച്ചത്. നിലവിൽ രാജ്യസഭാ MP ആണ് റഹീം. കേരളത്തിൽ ഇതുവരെ ക്ലച്ച് പിടിക്കാൻ നേതാവിന് സാധിച്ചിട്ടില്ല. ഇനിയുള്ള 5 വർഷം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അടുത്ത തവണ ഭരണം തിരിച്ചു പിടിക്കണമെന്നാണ് CPM തീരുമാനം. അതിന് മുന്നിൽ നിന്ന് നാടകം കളിക്കുന്നുണ്ട് AA റഹീം. രാത്രി നടന്ന സംഘർഷത്തിൽ പോലീസിന് നേരെ ആക്രോശിച്ച AA റഹീം പോലീസ് തിരിച്ചടിച്ചതോടെ മുങ്ങുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് തിരിച്ചടിക്കുമ്പോഴും അത് മുന്നിൽ നിന്ന് നേരിടാനുള്ള ചങ്കുറപ്പ് ആവശ്യമാണ്. പോലീസ് പിരിഞ്ഞു പോകാൻ പറയുമ്പോഴും SFI കുട്ടി സഖാക്കന്മാരോട് അവിടെ തന്നെ ഇരിക്കാൻ പറയുകയായിരുന്നു റഹീം. പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ സമയത്ത് സമരത്തിന്റെ മുന്നണിയിൽ നിന്ന് പിന്നിലേക്ക് മാറിയ റഹീം കുട്ടി സഖാക്കന്മാർക്ക് ജലപീരങ്കിക്ക് മുന്നിൽ മുട്ടുമുടക്കുന്നത് നോക്കി നിൽക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം.